വി എസ് എന്ന രണ്ടക്ഷരം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച നായകൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള നേതാക്കൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും വ്യത്യസ്ത ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കും സ്വീകാര്യനായ ഒരു നേതാവെന്ന് പറയുന്നാൽ ഒരു സമര പോരാളി തന്നെയാണ്. തീർച്ചയായും ഈ സമര പോരാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിലും ഒരു വിടവാണ്. പക്ഷേ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കല കൊണ്ട് അതിനെ മാറ്റി മറിക്കും. നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പറയാറുണ്ട്, ഹീ ഈസ് ലെഫ്റ്റ് ഫ്രം അവർ സൈഡ് ബട്ട് ഹീ വിൽ റിമെയിൻ ഇൻ അവർ ഹാർട്ട് എന്ന് പറയുന്നത് പോലെ എപ്പോഴും വി എസ് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യഹൃദയങ്ങളിലുണ്ടാകും. കമ്മ്യൂണിസ്റ്റിൻ്റെ എൻ്റെ അറിവിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ധീര ഒരു പോരാളിയാണ്. ഇനി അദ്ദേഹത്തെ കഴിഞ്ഞ് വേറൊരാളില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ ഇനി വണ്ടി ഒതുക്കി ഇനി എത്ര മണിയായാലും വി എസിനെ കണ്ട് അഭിവാദ്യം അർപ്പിച്ചിട്ടേ പോകുള്ളൂ. വി എസ് പാവങ്ങളുടെ ഒരു പടത്തലവനാണ്, അഴിമതിക്കാരുടെ ഒരു പേടി സ്വപ്നമാണ്. ആ വി എസിനെ കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ഈ പാവങ്ങൾക്ക് വേണ്ടി പോരാടിയ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നൊരു അഭിമാനം നമുക്ക് വി എസിനോടെയാണ് നമ്മൾക്ക് വന്നത്. അതുപോലെ നമ്മളുടെ യുവാക്കളായാലും മുഴുവൻ ആളുകളും വി എസ് എന്നുള്ളൊരു പ്രസ്ഥാനം, വി എസ് നമ്മളെ മനസ്സുകളിൽ എന്നും ജീവിക്കും. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും വി എസ് തീരാ നഷ്ടം തന്നെയാണ്. ഞാൻ വി എസിൻ്റെ ആരാധകനാണ്. ഞാൻ CAT യൂണിയനിലായിരുന്നു. സഖാവിനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, സഖാവാണ്. പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ നമുക്ക് അദ്ദേഹം ദുഃഖമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഏറ്റവും ഉദ്യോഗതലത്തിൽ ഒരു മനുഷ്യനും അഴിമതി കാണിക്കാൻ പറ്റാത്തൊരു അനുവാദം കൊടുക്കാത്തൊരു മനുഷ്യനാണ്. പക്ഷേ തീരാ ദുഃഖമാണ് നമുക്ക് സംഭവിച്ച കാര്യം. അദ്ദേഹം ഉണ്ടായിരുന്ന സഖാവ് പിണറായി വിജയൻ്റെ ഭരണം പോലും നേരെ കൊണ്ടുപോകാനുള്ള ഇതുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് നഷ്ടപ്പെട്ടു പോയി, അത് മാത്രമേ പറയാവുള്ളൂ. പഴയ ആളാണ്. ഇനി ഒരാൾ അതേപോലെ വരാനില്ല കേരളത്തിൽ ഒരിടത്തും ഇല്ല. എന്ന് വെച്ചാൽ അത്രയും വലിയ ഇഷ്ടമാണ്. കാര്യങ്ങളിങ്ങനെ നല്ല ഒരു നേതാവാണ്, പഴയ നേതാവാണ്. ഇനി അതേപോലെ അത്രയും ത്യാഗം സഹിച്ച ആരും ഇല്ല. ഇങ്ങനെ ശരി. ഇടതുപക്ഷത്ത് ഇനിയൊരു ഇത്രയും ജനകീയനായ നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയണം. ഇത്രേ പറയാനുള്ളൂ. വി എസിന് പകരം വയ്ക്കാൻ മറ്റാരുമില്ല. പാവങ്ങളുടെ പടത്തലവൻ. എല്ലാ കാര്യത്തിലും ആര് ചെന്നാലും ഏത് സമയത്തും മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നാലും ആർക്കും എപ്പോഴും കടന്നു ചെല്ലാൻ സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന കേരളത്തിൽ വേറൊരു വ്യക്തിയില്ല. വി എസിന് പകരം വയ്ക്കാനും ആരുമില്ല. പിന്നെ വി എസ് ചങ്കാണ്, ചങ്കിടിപ്പാണ്. വി എസിനെ കാണാനുള്ള ആവേശത്തിലാണ് ഞാനും മോഹനുമായിട്ട് വന്നത്. വി എസിലൂടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടി ചെങ്കൊടി താഴുകയില്ല. വി എസ് ഉയർത്തിയ ആ ചെങ്കൊടി വീണ്ടും ഉയരെ പിടിക്കുക തന്നെ ചെയ്യും. AKG EMS നയനാരൊക്കെ പോയപ്പോൾ പോലെ അവസാനത്തെ മുഖ്യ കമ്മ്യൂണിസ്റ്റാണ് എന്നൊരു പ്രചാരണം ഉണ്ടായി. അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഇതൊന്നുമല്ല, ഇതിൻ്റെ പിന്മുറക്കാർ ഇപ്പോഴും ഉണ്ടാകും. ചെങ്കൊടി വാനോളം ഉയർത്താനായിട്ട് വി എസിനോടൊപ്പം വി എസിൻ്റെ പാർട്ടി ചരിത്രം ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവും. തന്നെ ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. ഞങ്ങൾക്ക് കണ്ണിലുണ്ണിയായിട്ട് ഞങ്ങളെ അങ്ങേറ്റം സഹായിച്ചിട്ടുള്ള ഒരാളാണ്. അതിപ്പോഴും മരിച്ചെങ്കിലും ഞങ്ങൾക്ക് മരിച്ചിട്ടില്ല. എപ്പോഴും ഞങ്ങൾക്ക് ആ സ്നേഹം ഉണ്ടായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥന ഉണ്ടായിരിക്കും. വി എസിന് നമ്മളുടെ നാട്ടിൽ അവർ നല്ല മുത്തശ്ശനാണ്. കാര്യങ്ങൾ ചെയ്യുന്ന മുത്തശ്ശനാണ്. പാവങ്ങളുടെ പടത്തലവനാണ്, ജനപ്രിയ നായകനാണ്, പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു നേതാവാണ്. ജനകീയ നേതാവിനപ്പുറം എന്താ വേണ്ടത് അല്ലേ? ജനകീയ നേതാവിനപ്പുറം എന്താ വേണ്ടത്? അതൊക്കെ നേതാവിന് ഇനി നമുക്കിനി പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് വാക്കുകളൊക്കെ. സമരനായകൻ. അതെ അതെ. ഓ ഇഷ്ടമാണ്. കാണുന്നുണ്ട്.
നല്ലൊരു ജനകീയ നേതാവാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു നേതാവാണ്. അതെ, നല്ലൊരു നേതാവാണ്. 102 വയസ്സ് വരെ ഒക്കെ ജീവിച്ചല്ലോ നല്ലവണ്ണം അല്ലേ, ഭരണാധികാരിയായിട്ട്. പിന്നെ ചുരുങ്ങിയ വിദ്യാഭ്യാസം, കൂലി പണിക്കാരനായിട്ട് നിന്നിട്ട്, ചെറിയ തൊഴിലാളിയായിട്ട് നിന്നിട്ട്, അത് മുഖ്യമന്ത്രിയും പിന്നെ സെക്രട്ടറി, പാർട്ടിയുടെ ഉന്നത തലത്തിലെല്ലാം നടന്ന സഹാവാണല്ലോ എല്ലാം കൊണ്ടും. അതുകൊണ്ടല്ലേ കണ്ണേ കരളെ VSA എന്ന് എല്ലാവരും വിളിക്കുന്നു. എന്നിട്ട് VSAയിട്ട് വളരെ പ്രായമുണ്ട്. നമുക്ക് 80 വയസ്സൊക്കെ ആയി. നമ്മൾ കൊച്ചിലെ കണ്ട് നടന്നൊരു നേതാവാണ്. പിന്നെ ആൾ ഒരു നല്ല സ്വഭാവം, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുള്ള ഒരാളാണ്. പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള ഒരാളാണ്. നിലപാടുകൾ സ്വീകരിച്ചു നല്ല രീതിയിൽ.